നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കുമരത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ബെഡ് തൈ നട്ടതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 5-8 വർഷമായിട്ടുണ്ടാവും ഞാൻ നട്ട തൈ തന്നെയാണിത്. കറക്റ്റ് അറിയില്ല. ഏതായാലും പ്രാവശ്യമൊക്കെ നമുക്ക് നല്ല രീതിയിൽ കായ കിട്ടി. എല്ലാ വർഷവും കായ ഉണ്ടാവും, പക്ഷെ കൂടുതലൊന്നും ഉണ്ടാവില്ല. പ്രാവശ്യം ഞാൻ എനിക്ക് തോന്നുന്നൊരു 10-20 കിലോനൊക്കെ ഇതുമ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒക്കെ പറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി എന്നാലും ഉണ്ട് ഇതുമ്മേ, ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലേ, നല്ല ടേസ്റ്റുള്ള ചിക്കൻ, നല്ല മധുരം ഉണ്ട്. ഇത് നമ്മൾ ഒരുപാട് കൊലകൊലയായിട്ടുണ്ടാവും ചെയ്യും ചിക്കൻ. ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു, ഇപ്പോൾ രണ്ടാമത് ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഇതിലും ഫ്ലവർ ഉണ്ടല്ലോ, അതൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ഭാഗത്ത് കായകൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ്, പറിച്ചെടുത്തിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ ഉള്ളത്, ഈ കാണുന്നതൊക്കെ. നല്ല താഴെ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ താഴത്തെ കമ്പുകളൊക്കെ വെട്ടി കൊടുക്കണം, എന്നാലും ഇതിന് ശരിക്കും വെയിൽ തട്ടിയിട്ട് ഒരുപാട് കായ ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് നമ്മൾ ഇതിന് ഒഴിച്ച് കൊടുത്തിരുന്നു. കടലപ്പിണ്ണാക്കും അതുപോലെ എല്ലുപൊടി വേപ്പുപിണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 ദിവസമോ ഒക്കെ വെച്ച് അങ്ങോട്ട് പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് നമ്മളിതിൻ്റെ മരട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇപ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുത്തിരുന്നു. പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകണതൊക്കെ നമുക്കൊരു ഇതൊക്കെ തടയാൻ പറ്റും. ഇങ്ങനെ ഒരു ഇതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോകണതൊക്കെ നമുക്ക് തടയാൻ പറ്റും. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ടാവും, നമുക്കതൊന്നും ഫുള്ള് മൊത്തമായിട്ട് കായായി കിട്ടൂല. മനസ്സിലാം. അപ്പോൾ ഇതിൽ ഒരു സീസൺ ഉണ്ടായി കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഒരുപാട് ഫ്ലവർ കണ്ടില്ലേ, അതുപോലെ ചെറിയ ചെറിയ കായകളായിട്ടുണ്ട്, ചെറിയ കായായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പ് തന്നെ കണ്ടില്ലേ, ഒരുപാട് പൂവിടുന്നുണ്ട്, എല്ലാ ഭാഗത്തും പൂവിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ കായ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ വലിയ കായകളായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ വലിയ കായായിട്ടുണ്ട്. ഇവിടെയുണ്ടല്ലേ ചെറുത്. നമ്മളിതിൻ്റെ തൈ ലെയർ ചെയ്ത് വെച്ചിരുന്നു. ഇതിനൊരു കമ്പ് നമ്മളിത് 2-3-4 തൈകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിക്കു നമ്മൾ നല്ല ഒരു വീഡിയോ ചെയ്തിനെ പറിച്ചെടുക്കണേ. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒരു കമ്പ് നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇത് നമ്മൾ ലെയർ ചെയ്ത് വെച്ചാണ്. നമ്മൾ ലെയർ ചെയ്യണൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കു ആരും കൂടുതലാരും അങ്ങനെ ലെയർ ചെയ്യലില്ല, കാരണം വലിയ മരമാകുന്നതുകൊണ്ട് തായ്വേരുണ്ടാവില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് മറിഞ്ഞു പോകും. നമ്മൾ വല്ല ഡ്രമ്മിലോ കവറിലൊക്കെ വെക്കുകയാണെങ്കിലോ പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ടായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ കമ്പിലൊക്കെ കായകളുണ്ട് ചിക്കു. അല്ലേ, നമ്മളിത് വേര് വന്നതിന് ശേഷം ഇത് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം നമ്മൾ തണലത്ത് വെക്കും. പിന്നെ കവർക്ക് മാറ്റി വെച്ചിട്ട് തണലത്ത് വെക്കുക. അത് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഇലകളില്ലാതെ ഈ കമ്പ് മാത്രം ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കവർക്ക് നട്ടിട്ട് തണലത്ത് വെക്കുക. അങ്ങോട്ട് രണ്ടാമത് ഇതിന് തളിയിലൊക്കെ വന്നതിന് ശേഷം പിന്നെയാണ് നമ്മൾ വല്ല ഡ്രമ്മക്കോ അല്ലെങ്കിൽ മണ്ണിക്കൊക്കെ മാറ്റി നടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചിക്കുവിൻ്റെ കാര്യങ്ങളൊക്കെ. ചിക്കു ഇപ്പോൾ ഒരുപാട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നല്ലൊരു തൈയാണ്. അപ്പോൾ നമ്മളാരും കൂടുതലാരും അങ്ങനെ ലെയർ ചെയ്യലില്ല എന്നൊക്കെ തോന്നുന്നു. ലെയർ ചെയ്തെടുത്താൽ എന്താണ് പ്രശ്നം വെച്ചാൽ തായ്വേരില്ലാത്തതുകൊണ്ടേ പിന്നെ പിടിച്ച് കിട്ടാനും കുറച്ച് പണിയാണ്. ഞാനിത് മുന്നേ 4-5 തൈകൾ ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ചെയ്ത് വെച്ച തൈയും ഞങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൽ പറിച്ചെടുത്ത ഫ്രൂട്ടിൻ്റെ സൈസും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചിലതൊക്കെ നല്ല സൈസുള്ള ഫ്രൂട്ട് നമുക്ക് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. ചിക്കു ഇതൊക്കെ അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ അതിമന്ന് ലെയർ ചെയ്തെടുത്ത് തയ്യാണ്. ഇപ്പോൾ ഇത് 3-4-5 കായകൾ നമ്മൾ പറിച്ചെടുത്ത്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഇന്നലെ ഒന്ന് പറിച്ചെടുത്താണ്. അങ്ങനെ 4-5 കായ ഇതുമ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഇത് പൂവിട്ട് വരുന്നുണ്ട്. ഇതിലൊക്കെ പൂവിടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് ലെയർ ചെയ്തെടുത്ത് തയ്യാണ്. ഇതിൻ്റെ താഴൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു കവറിലാണ് വെച്ചിട്ടുള്ളത്. ഇത് മുന്നേ ഉണ്ടാകണൊക്കെ എന്താ വെച്ചാൽ നമുക്ക് നല്ലോണം പഴുത്തിട്ട് തന്നെ നമുക്ക് ഇത് പറിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ഇതാണ് ചിക്കു, നല്ല മധുരമുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് നമ്മളെ പേരമരമാണ്. പേരമരം കണ്ടല്ലോ, കായ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. ഇതതുപോലെ വേറൊരു ചിക്കുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, ബനാന ചിക്കു എന്ന് പറഞ്ഞിട്ട്, ബനാന സപ്പോട്ട. പക്ഷേ ഇത് ബനാന ഒന്നും അല്ല കണ്ടിട്ട്. കണ്ടില്ലേ, ഇത് സാധാ സൈസ് തന്നെയാണ്.
ബനാന എന്ന് പറഞ്ഞ് വാങ്ങിയതായിരുന്നു ഇത്, പക്ഷേ ഇതൊന്നും ബനാനൻ്റെ പോലെ ആയിട്ടില്ല. അതെല്ലാം കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ. ഇതൊക്കെ ചെറിയ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള നമ്മൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതാണ് നമ്മൾ ഇന്നലെ അയിമെന്ന് അറുത്തിച്ച ചിക്കു. അയിമെന്ന് അറുത്തിച്ച ചിക്കുവാണ് ഈ കാണുന്നത്. നല്ല സൈസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ വലുപ്പം. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ചിക്കുവാണ്. ഇങ്ങനെ പിടിച്ചാലും ഒതുങ്ങൂല, അങ്ങനെ ഫ്രണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ തൈ. അപ്പോൾ ഇതിൻ്റെ അതിൽ ഇന്നലെ കറുത്ത് വെച്ച് ചിക്കുവാണ് ഇത് കാണും അല്ലേ. ഇതെല്ലാം ഇന്നലെ അറുത്ത് വെച്ചാണ്.